ഇപ്പോ സമയം രാത്രി 1 മണി. മോഷ്ടിക്കാൻ ഇറങ്ങാം. അണ്ണാ, നമ്മൾ ആദ്യം പോണ്ട വഴി ഏത്? പാലം, കടവ്, മോഷ്ടിക്കാൻ പോകുന്ന വീട്. അണ്ണാ, അപ്പൊ നമുക്ക് പോകാം. 2 hours later. എങ്ങനെയുണ്ട് ഞാൻ മോഷ്ടിച്ച പെർഫോമൻസ്? കുഴപ്പമില്ല. അണ്ണാ, ഈ പെട്ടിക്കകത്ത് 2 ലക്ഷം കാണുമല്ലേ? കാണും. നമുക്ക് വേറെ വീട്ടിലും കൂടി പോയി നോക്കാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. അണ്ണാ, അപ്പ സമയം കളയാതെ പോവാം. ഇങ്ങോട്ട് വാടാ. നീ അവിടെ എന്തോന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്? അണ്ണാ, ഇതാ വീട്. നീ ആദ്യം ടൂൾസ് എടുത്തതാ. അണ്ണാ, ഇത് ഇവന്റെ വീടായിരുന്നാ? ഇവ പബ്ജി പ്രോ പ്ലെയറാ. അണ്ണൻ അറിയോ? എടാ, അറിയാതെ തട്ടിയതാ. അടുക്കളയിൽ പോയി വിളിക്കാം, വാ. ലോലു, നീ ഒരു സൗണ്ട് കേട്ടാ? ലാലേട്ടാ, റെഡിയല്ലേ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എടാ ലോലു, എണീക്കടാ. കള്ളന്മാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നടാ. കള്ളനാ? അമ്മ, അവര് അടുക്കളയിലോട്ടാ പോയ. പെട്ടെന്ന് പോയി വാതിലടച്ചിട്. അണ്ണ എന്ത് പണിയാ കാണിച്ചേ? വല്ല ആവശ്യമുണ്ട് അത് തട്ടിയിടെ? നമ്മൾ അവര് കണ്ടു കാണൂല അല്ലേ? അണ്ണ, ഇവിടെ വേറെ വഴിയൊന്നുമില്ല. ഡോറ് ലോക്കാക്കി. അമ്മ, ഇതാണ് അമ്മ പൊട്ടി വീണ സാധനം. അമ്മ നോക്കി നിൽക്കാതെ പോലീസിനെ വിളി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, എന്തു പറ്റി? സാറേ, നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി. സാർ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? നമ്മൾ ആ കള്ളന്മാരെ ഒരു റൂമിലിട്ട് അടച്ചിട്ടുണ്ട്. അയ്യോ! നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ എന്റെ നമ്പറിലോട്ട് സെൻഡ് ചെയ്. ഞാൻ ഇപ്പൊ എത്തും, പേടിക്കണ്ട, ഇപ്പൊ എത്തുന്നു. അണ്ണാ, നമ്മൾ നേരത്തെ മോഷ്ടിച്ചില്ലേ? അപ്പൊ തന്നെ വീട്ടിൽ പോയാ മതിയായിരുന്നു. ഇപ്പൊ കിട്ടിയ 2 ലക്ഷം കൂടി പോയി കിട്ടി. അപ്പൊ അണ്ണന് സമാധാനായല്ല. എടാ, ആർക്കായാലും ഒരു അബദ്ധം കാണും. നീ ആദ്യം ആ വാതിൽ തല്ലി പൊട്ടിക്കാൻ നോക്ക്. അത് ശരിയാ, നമുക്ക് പൊട്ടിക്കാൻ നോക്കാം. നിങ്ങൾ പൊട്ടിച്ച് ബുദ്ധിമുട്ടണ്ട. വാ, നമുക്ക് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. അയ്യോ അണ്ണാ, നിങ്ങളുടെ വീട്ടിൽ 2 പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ ഗൾഫിലാണ് സാറേ. ഇത് നിങ്ങളെ പെട്ടിയല്ലേ? നിങ്ങൾ തന്നെ വെച്ചോ. ലോലു, ആ പെട്ടിക്കകത്ത് എന്തോന്ന് നോക്കിയിട്ട് കിടന്നുറങ്ങടാ. എന്നാലും ഈ പെട്ടിക്കകത്ത് എന്തായിരിക്കും? അമ്മ, ഈ പണത്തിൽ പകുതി എനിക്കും പകുതി അമ്മയ്ക്കും. ഉറക്കത്തിലെ പിച്ചുമ്പൈ പറയാതെ പല്ല് തേച്ച് ഓൺലൈൻ ക്ലാസ് കാണടാ. അമ്മ, അപ്പ ഇന്നലെ കള്ളന്മാര് വന്നില്ലേ? കള്ളന്മാരാ? പോയി പല്ല് തേച്ചിട്ട് വാടാ, കിടന്ന് പിച്ചുമ്പൈ പറയാ. അല്ലെങ്കിലും ഈ 2020 ഇങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും ക്ലാസ്സിലെത്തിയോ? എല്ലാവരും എത്തിയില്ല ടീച്ചർ. ടീച്ചറെ, ഇന്ന് വാസ് വരൂല കേട്ടാ. പിന്നെ പറഞ്ഞില്ല എന്ന് പറയല്ലേ. അതെന്താടാ അവനിന്ന് വരാത്തെ? അവന്റെ നെറ്റ് തീർന്നെന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. വേറൊരു കുഴപ്പമില്ല. ഇന്ന് പഠിപ്പിച്ചതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരാം. ആരെങ്കിലും വാ തുറന്ന് പറ എന്തെങ്കിലും. അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ പറഞ്ഞ ഇവന്മാരെ എപ്പോഴും ഇങ്ങനെയാ. എന്താ ടീച്ചർ ഇത്ര നേരമായിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങാത്തത്? ഈ 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തത് വെറുതെയാ. നീ എവിടെ നോക്കിക്കൊണ്ട് നിന്നടാ? സോറി ടീച്ചർ, ഇപ്പോഴാണ് സൗണ്ട് കൂട്ടിയത്. അത് പൊളിച്ച്
എനിക്കൊരാഗ്രഹമുണ്ട്, നീ അത് നടത്തി തരണം, എന്നാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂ. എന്തോന്നടേ നീ വീട് തല്ലിപ്പൊളിച്ച? അതൊന്നും അല്ല, എനിക്ക് സ്കൂളിൽ നിന്ന് പരീക്ഷ പേപ്പർ കിട്ടി, എല്ലാത്തിനും D+. അതിന് എനിക്കെന്തോന്ന് ചെയ്യാൻ പറ്റും? അതിലുള്ള D+ മാറ്റിയിട്ട് A+ ആക്കി തരണം, അത്രേ ഉള്ളൂ. നിന്റെ ആഗ്രഹം പോലെ D+ ഉള്ളതൊക്കെ A+ ആക്കിയിട്ടുണ്ട്. താങ്ക് യു ജീനി. ഇനി വീട്ടിൽ പോയി ഒരു പൊളി പൊളിക്കണം. അമ്മ, എനിക്ക് പരീക്ഷ പേപ്പർ കിട്ടി, എല്ലാത്തിനും A+. BGM ഇട്. മോനെ, പേപ്പർ എവിടെയാടാ? ഇതാ പേപ്പർ. ഇത് കണ്ട അമ്മ ഉറപ്പായിട്ട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിത്തരും. ഇതെന്തോന്നടാ നിന്റെ പേപ്പറിൽ വെട്ടും കുത്തു കൊലപാതകം പോലെ? നിനക്ക് എങ്ങനെയാടാ A+ കിട്ടിയത്? നീ എന്നെ പറ്റിക്കാൻ നോക്കുന്ന? എടാ ഉജാലയിൽ മുഖ്യവന, ഞാൻ നിന്റെ അടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞില്ലേ, D+ ഉള്ളതൊക്കെ A+ ആക്കാൻ, എന്നിട്ട് നീ എന്നെ ചതിച്ചാ? അതിന് ഞാൻ എന്തു ചെയ്ത്? ഒന്നും അറിയാത്ത പോലെ, ആ പേപ്പറിൽ ഫുള്ള് തെറ്റായിരുന്നു. നീയല്ലേ പറഞ്ഞ D+ ഉള്ളത് A+ ആക്കി തരാൻ, തെറ്റ് തിരുത്താൻ പറഞ്ഞില്ലല്ലോ. കറക്റ്റായി പറഞ്ഞ കറക്റ്റായി ചെയ്യും. ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണോ? ഓ, സുഖമാണ്, ചെവിയില് ബഡ്സ് ഇടുമ്പോഴൊക്കെ. നിന്റെ മുഖത്തെന്തോന്നടാ? ഇത് ടീച്ചർക്ക് അറിഞ്ഞൂടെ? കൃഷിന്റെ മാസ്ക്. നീ വിചാരിക്കുന്നത് കൃഷ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് കക്കൂസിലെ ബ്രഷാണ്. നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാം. എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയില്ല ടീച്ചർ. ടീച്ചർ, ഒരുത്തൻ കല്യാണത്തിന് പോയി, വേറൊരുത്തൻ അവന്റെ മാമന്റെ വീട്ടിൽ പോയി, പിന്നെ ഇല്ല ഒരുത്തന്റെ നെറ്റും തീർന്നു. അപ്പോ നിങ്ങൾക്ക് മാത്രമാണല്ലേ പഠിക്കേണ്ട താല്പര്യം? ആര് പറഞ്ഞു? ഓൺലൈൻ ക്ലാസ് കാണൂല എന്ന് കരുതി എന്നെ കസാരയിൽ കെട്ടിട്ടിരിക്കുക കണ്ടാ? From the BART train to a tour bus, still the same game except I'm pulling more sluts, more butts, more bucks, never giving more fucks. Did it my way, I'm never taking shortcuts. Raised in a town like fool, who put you up on, huh? E40 Mac Dre's who I ഹലോ. ഹലോ, ഡോക്ടർ ഉണ്ണിപ്പിള്ള അല്ലേ? യെസ്, ഉണ്ണിപ്പിള്ള സ്പീക്കിംഗ്. കൊറോണയുടെ വാക്സിൻ കണ്ടുപിടിച്ചോ ഡോക്ടർ? പറഞ്ഞു കൊറോണയുടെ ബർത്ത്ഡേ ആവാറായി, എപ്പോഴാണ് വാക്സിൻ? ഡോക്ടർ, എന്താ കാര്യം? എന്റെ കാലൊടിഞ്ഞു ഡോക്ടർ. എങ്ങനെയാ കാലൊടിഞ്ഞേ പറ? റോഡിലൂടെ മെല്ലെ നടന്നു വരികയായിരുന്നു. എന്നിട്ട് എന്താ പറ്റിയേ? ഞാൻ സീരിയലിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാ, ബാക്കി കഥ നാളെയേ പറയൂ. ഡോക്ടർ, നേരത്തെ ഒരാൾ വന്നല്ലേ, എൻ്റെ അടുത്തും കഥ ബാക്കി നാളെ പറയാന്ന് പറഞ്ഞു. അവനൊരു മണ്ടനാണ്. നിന്റെ അസുഖം എന്താ? എൻ്റെ അസുഖം മറവിയാണ്, അത് മാറ്റിത്തരണം, തന്നേ പറ്റൂ. ഞാൻ നിനക്കൊരു ലിസ്റ്റ് ചെയ്ത് തരാം, അതിൽ മരുന്ന് കഴിച്ച് മറക്കാതെ നാളെ വാ. ഫീസ് എത്രയാ ഡോക്ടർ? 200 രൂപ. എന്നാ ഡോക്ടർ 500 രൂപ. 500? എൻ്റെ കയ്യിൽ ഇപ്പൊ ചേഞ്ച് ഇല്ല. നീ നാളെ വരുമല്ലോ, അപ്പൊ ബാക്കി പൈസ തരാം. നേരം വെളുത്തില്ല, അപ്പോഴത്തേക്ക് നീ ഇങ്ങോട്ട് വന്ന എന്റെ മരുന്നിന്റെ ശക്തി കണ്ട. അയ്യോ ഡോക്ടർ, ഞാൻ മരുന്ന് കുടിക്കാൻ മറന്നുപോയി. പിന്നെ നീ എന്തോ ഇവിടെ വന്നേ?
ഇന്നലത്തെ ബാലൻസ് തരാനുണ്ടല്ലോ, അത് വാങ്ങാൻ വന്നയാ. Sipping in the car while I push this shit in both lanes. In the with a G, make her wanna ask for Dolce. I can see you every day, girl, you gotta have your own thing. Oh Lord, can on top, and it's feeling real good. Getting top at the top, oh Lord. Cut feel with some drop, and you know we bout to rock, getting rocked off the rock, oh Lord. ഞാൻ ഇന്നലെ തന്നെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തോടെ. സാറേ എന്നെ കാണാമോ? ഞാൻ വർക്ക്ഷീറ്റ് ഒക്കെ കിടിലായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഞാനും എഴുതി സാർ. ഞാനും എഴുതി സാർ. എന്താടാ ലോലു, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ഉത്തരം പറയാത്തത്? അല്ലെങ്കിൽ നീയല്ലേ പെട്ടെന്ന് ഉത്തരം പറയുന്നത്? അത് സാറേ, ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാൻ എൻ്റെ അടുത്ത് ഒരു ബുജി ഉണ്ടായിരുന്നു. ആ ബുജി എവിടെടാ? അവൻ ബജി കഴിച്ചോണ്ടിരിക്കണ്. ഇന്ന് പഠിപ്പിച്ചതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ തന്നെ ചോദിക്കാം. സാർ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഞാൻ അത് വാട്സപ്പിലോട്ട് അയച്ചു തരാം. ആ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ലോലു, നീ എന്താടാ ടെസ്റ്റിലെ ഡൗട്ട്സ് ഒന്നും വാട്സപ്പിൽ സെൻഡ് ചെയ്യാത്തത്? എല്ലാ ടീച്ചർമാരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതിന് സാറേ, എൻ്റെ ഫോണിലെ ഇന്റേണൽ സ്റ്റോറേജ് ഫുള്ളായി. അതിനെന്ത് ഇത്ര കുഴപ്പം? പിന്നെ ടെസ്റ്റ് ഫുള്ള് ഫോട്ടോ എടുക്കാൻ എൻ്റെ എവിടെ നിന്ന് സ്പേസ്? നടന്മാരെ ആവശ്യമുണ്ടെന്നാ? ഒന്ന് പോയാലോ? അടിച്ച് വെളിയിലിറങ്ങൂ. അതിനെന്താടാ ഇത്ര സംശയം? ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ചെന്നിന്റെ കാലവും വിട്ടു. ഇതൊക്കെ മതി, ലുക്കൊക്കെ ഉണ്ട്. നിനക്ക് ലുക്കാ? ഓ, നെഗറ്റീവ് നെഗറ്റീവ്. എടാ സോമ, നമ്മുടെ ലോലു സിനിമയിൽ അഭിനയിക്കാൻ പോണ്. അതിന് ഞാൻ എന്തോന്ന് ചെയ്യണം? ലോലു അല്ലേ ദോ പോണത്? 100 ആയുസ്. എന്നെ കാണാൻ ഋത്തിക് റോഷനെ പോലെ ഉണ്ടാ? എടാ പട്ടിപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെയാണോ? പോയേ നിനക്ക് അഭിനയിക്കാൻ അറിയാമോടാ? പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നെന്തീന്? ചോറുണ്ണാനാ? നീ കരയണ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ച്. നിർത്തടാ, നീ ഇതിനേക്കാൾ ചോറുണ്ണാൻ പോ, അതാ നിനക്ക് നല്ലത്. സാറേ, ഞാൻ സാറിന് വേണ്ടി 5 ലക്ഷം രൂപ കൊണ്ടുവന്നയാ. അതിപ്പോ എന്ത് ചെയ്യും? വല്ല ബൈക്ക് എങ്ങാനും വാങ്ങാം. നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. 5 ലക്ഷം ഇനി എട്. ഈ അഭിനയം എങ്ങനെയുണ്ട്?